ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സപ്പിൾസ് നാട്ടിലുള്ള ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂ കൂടാതെ അതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ്ങും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ഓണസ്റ്റ് റിവ്യൂ ആണ്, സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രൊമോഷണൽ വീഡിയോ അല്ല. അതായത് ഈ സപ്പിൾസ് ബ്രാൻഡുകാർ ഇതിപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്തായാലും എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട്, എൻ്റെ മോൾക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ബ്രാൻഡാണിത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് മറ്റു ബ്രാൻഡിനെ അപേക്ഷിച്ച് കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പാമ്പേഴ്സ്, ഹഗ്ഗീസ്, മാമി പോക്കോ, ടെഡി, പിന്നെ ലിബറോ തുടങ്ങിയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൺലൈൻ ഇത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ സപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇതിപ്പോൾ മീഡിയം സൈസാണ് കേട്ടോ. ഞാനിത് മാസങ്ങൾക്ക് മുൻപ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ മോൾക്ക് ഞാൻ ലാർജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ കുറേ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ വാങ്ങി നോക്കി. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ലീക്കേജൊന്നുമില്ല, ഒട്ടും അടയാളം റാഷസോ ചൊറിച്ചിലോ അതുകൊണ്ടുള്ള അസ്വസ്ഥതകളോ ഒന്നുമില്ല. സെയിം നമ്മൾ സാധാ മറ്റു ബ്രാൻഡുകൾ യൂസ് ചെയ്യണ പോലെ തന്നെ. അപ്പം ഞാനിത് ആദ്യം കുറച്ച് വാങ്ങി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ബൾക്കായിട്ടുള്ള എമൗണ്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈനിൽ. ഇപ്പോൾ 72 എണ്ണം, 62 എണ്ണം, അതേപോലെ ചിലത് 1000-ന് മുകളിൽ ഓഫർ പാക്കൊക്കെ ആയിട്ടാണുള്ളത്. റേറ്റ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാനും സിസ്റ്ററിലും കൂടിയിട്ട് 2 പേരും കൂടെ വാങ്ങി ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുക ചെയ്തത്. ഇപ്പോൾ ഇത് സ്മോൾ, ലാർജ്, എക്സൽ സൈസിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ന്യൂ ബോൺ സൈസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ന്യൂ ബോണിന് നമുക്ക് സ്മോൾ വാങ്ങിയാലും അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡയപ്പറിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ലീക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ ഒരു സ്ട്രക്ചറൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വായിച്ചാൽ. ഇതിപ്പോൾ ആമസോണിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിലും ഫസ്റ്റ് ക്രൈയിലൊക്കെ കിട്ടും. ഇനിയിപ്പോൾ കടകളിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ വാങ്ങിയിട്ടുള്ള ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ ഇത് ഡിസ്പോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കളയാൻ എളുപ്പമാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം, അതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ഇതിൽ അടക്കി വെച്ചിട്ടുള്ളതെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ 72 എണ്ണത്തിൻ്റെ പാക്കാണ്, മീഡിയം സൈസ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാമ്പേഴ്സിൻ്റെ സ്മെല്ല് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അത് കുറേ ആകുമ്പോൾ അത് ലീക്ക് ചെയ്തായിരുന്നു. പക്ഷേ പാമ്പേഴ്സാണ് ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ബ്രാൻഡ് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ റേറ്റാണ് ഇതിൻ്റെ കേട്ടോ. ഒരെണ്ണത്തിന് ചില സൈസുകൾക്ക് 8 രൂപ വരുന്നുള്ളൂ, ചിലതിന് 9 രൂപ, അതിൽ കൂടുതലില്ല. ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ, അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ പാൻ ടൈപ്പ് ആകുമ്പോൾ ഇട്ട് കൊടുക്കാനും സുഖമാണ്. എന്തായാലും എൻ്റെ ബേബിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ സിസ്റ്ററിനോടെ മോനക്കും യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല. ഈവൻ ഇവളുടേത് സെൻസിറ്റീവ് സ്കിന്നായിട്ട് പോലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ ഉണ്ണികൾക്ക് ഇങ്ങനെ ആയിക്കോളന്നില്ല. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഹാപ്പിയാണ്. ഞാനിത് ഇപ്പോൾ അവൾക്കൊരു 6 മാസമുള്ളപ്പോൾ തൊട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ടെഡി ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പോസിബിൾ ഡയപ്പർ. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു 7 മാസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുള്ളവർ അത് കണ്ടോക്കാം, ടെഡി ഡയപ്പേഴ്സിൻ്റെ റിവ്യൂ കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ സൈസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അതിൻ്റെ സജഷൻ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ സെയിം വീഡിയോയുടെ ഇംഗ്ലീഷ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നോൺ മലയാളീസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത്രയും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഇത്തരം ബ്രാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് അത്രയും ഇത് കുറച്ചുകൂടെ. കാരണം മാമി പോക്കോ, പാമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി തന്നെയാണ്, അത് ഒരുപാട് ക്വാളിറ്റിയാണ്. എന്നാലും ഇതും പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഡിസ്പോസിങ്ങും എളുപ്പമാണ്. അതായത് മുകളിലത്തെ സർഫസും ഉള്ളിലത്തെ ജെൽ പാർട്ടും
സെപ്പറേറ്റ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ജെല്ല് നമ്മൾ പൊട്ടിച്ച് കളയാനായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ കത്തിച്ച് കളയാനായാലും തൊലി കത്തിച്ച് കളയാനായാലും രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതാണ് ഞാനിതിൻ്റെ ഡിസ്പോസിങ് ബുദ്ധിമുട്ടല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വരും. ആ 3 ഓപ്ഷൻസിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. പിന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പറയുന്നുണ്ടല്ലേ, അത് ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടും. അതിലാണ് ലിങ്കുകളും ആമസോൺ ലിങ്കൊക്കെ കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയപ്പറിങ്ങിൻ്റെ വേറെ വീഡിയോസ് ഉണ്ട്, വ്ളോഗ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണമെങ്കിൽ ആ അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലേക്ക് പോകും. ഹോമിൻ്റെ അപ്പുറത്ത് വീഡിയോസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓർഡറിൽ വീഡിയോസ് കിട്ടും. പിന്നെ ഇനി തിരിച്ച് കിട്ടണമെങ്കിൽ പ്ലേലിസ്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് എടുക്കാം. സെലക്ട് ചെയ്ത് വ്ളോഗ്സ്, ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ കേക്ക്, ഇപ്പോൾ DIY ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അങ്ങനെയൊക്കെ ഡയപ്പറിങ്, അങ്ങനത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ തൊട്ടപ്പുറത്ത് കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട്. ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും അത് ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അറിയിക്കാനും കമ്മ്യൂണിറ്റി ടാബായിട്ട് ഇടാറുണ്ട്. അപ്പോൾ അതും ഇടയ്ക്ക് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ടെഡി ഡയപ്പേഴ്സ് ഉണ്ട്. ആ പ്രൊമോഷണൽ വീഡിയോ ആയിരുന്നില്ല അതും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കുഞ്ഞു മക്കളുള്ള അമ്മമാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്